ഷാജിയോ? ഫ്രണ്ടിലെ കഥ തുറന്നു കിടന്നു. അവിടെ ആരെയും കാണുന്നേ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ശാന്തി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സാമാന്യ മര്യാദക്ക് എന്നോടൊന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ? ഇരിക്കൂ. താങ്ക് യു. ഷാജി കൂടെ കൂടെ ഇവിടെ വരുന്നത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയ്ക്കിട വരും. ഉപദ്രവിക്കണമെന്ന് കരുതിയല്ല, കാണണമെന്ന് തോന്നിയാൽ പിന്നെ ഞാനൊന്നും ആലോചിക്കാറില്ല, ഇങ്ങ് പോരും. എന്റെ സ്ഥിതി ഷാജിക്ക് അറിയാൻ പാടില്ല. എന്റെ കുഞ്ഞാലിക്ക ഒളിവിലാണ്. ചേട്ടനാണെങ്കിൽ പിടിച്ചേ അടങ്ങുന്ന വാശിയിലാണ്. എന്റെ ദുഃഖം ആരോട് പോയി പറയും? ശാന്തിയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓരോരുത്തരുടെ വിധി ഓരോ വിധത്തിലല്ലേ. അപ്പോ ചേട്ടൻ എപ്പോഴാ വരിക? ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടേ വരൂ. എന്നാൽ മറ്റൊരു ദിവസം ചേട്ടനുള്ളപ്പോ വരാം. പോട്ടെ. ഞാൻ പോട്ടെ അമ്മേ. മോനെ, ജോലി കഴിഞ്ഞോണ്ട് മോനിഞ്ഞു പോരണം. ചുമ്മാ യൂണിയൻ മഴക്ക് നമുക്ക് വേണ്ട കേട്ടോ. എന്തായാലും എന്ത് പറ്റി? ഞാൻ എന്നേക്കുമായി എന്റെ വീട് ഉപേക്ഷിച്ചു. ഇന്നു മുതൽ ഇതാണ് എന്റെ വീട്. ലേഖ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ലേഖ വീട്ടിലേക്ക് പോയിക്കോളൂ. മോള് വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലെ സാഹചര്യം അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം, പക്ഷേ വീട്ടിലേക്കല്ല. മോളെ മോളെ, നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും മോളെ. നീ അകത്തേക്ക് വാ. അമ്മേ, നീ പോടാ അവിടുന്ന്. ഒരു ഉപകാരം ചെയ്യാവോ? എന്താ? എന്റെ വീല് പഞ്ചറായി പോയി. മുതലാളി വരുന്നതിന് മുമ്പ് ശരിയാക്കില്ലെങ്കിൽ എന്റെ ജോലി പോവും. ആ ജാക്കി ഒന്ന് തരാവോ? അതിനെന്താ, തരാമല്ലോ. വളരെ ഉപകാരം. കിലയെല്ലാം കാക്ക തൂറിച്ചിരിക്കുന്നു. എന്താ തുടച്ചു കളയാത്തത്? തുടങ്ങി. ആശാനെ ഒരു 5 രൂപ കഴിഞ്ഞെന്നെ. മുതലാളി വരുമ്പോ തരാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി ഒന്ന് സൂക്ഷിച്ചേക്കണം. ധാരാളം കള്ളന്മാരുള്ള സ്ഥലവാ. വണ്ടി പോവും. ശരി, വാങ്ങിക്കോളാം. തീപ്പെട്ടി ഉണ്ടോ? അത് എന്തോന്ന് തീപ്പെട്ടിയാ? പെട്ടി സാറ് വെച്ചോ, എടുത്തു.
പണവും പ്രതാപവും നോക്കിയാണെങ്കിൽ നമ്മൾ തമ്മിൽ അടുക്കുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ല, ഇന്ന് വരെ നീ ജീവിച്ച ചുറ്റുപാടുകൾ നാളെ നിനക്ക് പൂർണ്ണമായും മറക്കേണ്ടി വരും. അന്ന് വിഷമമുണ്ടാകരുത്. ഒരു നിമിഷത്തിന്റെ ആവശ്യം കൊണ്ടൊന്നുമല്ല ഞാൻ സേതുവിനെ സ്നേഹിച്ചത്. എല്ലാം ആലോചിച്ചിട്ടാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ ഞാനും നിന്റെ അച്ഛനും ശത്രുക്കളാണ്. നീ എന്നെ വിവാഹം ചെയ്താൽ നാളെ അച്ഛനാണോ ഭർത്താവാണോ വലുതെന്ന് നിനക്ക് തീരുമാനിക്കേണ്ടതായി വന്നാൽ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരവസാനവും ഉണ്ടാവില്ല. പണത്തിന് മനുഷ്യനേക്കാൾ വില കൽപ്പിക്കുന്ന അച്ഛൻ, ധൂർത്തടിച്ച് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ചേട്ടൻ. ഒരാശ്വാസം അമ്മയായിരുന്നു. ആ അമ്മയെയും അച്ഛൻ കൊന്നു. ലേഖേ, അതെ, ഓർമ്മ തെളിഞ്ഞ കാലത്ത് നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്നിട്ടും ഞാൻ ആ മനുഷ്യനെ ഡാഡിയെന്ന് വിളിച്ചു, സ്നേഹിച്ചു. പറഞ്ഞാൽ ഏറെ പറയാനുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. എല്ലാം ഓർത്ത് ആദ്യമൊക്കെ കരയുമായിരുന്നു. പിന്നീട് കണ്ണീര് വരാതായി. അതുകൊണ്ട് ഒന്നും ആരെയും അറിയിക്കാതെ ചിരിക്കാൻ പഠിച്ചു. നീ വിഷമിക്കട്ട. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, എന്തൊക്കെ പറഞ്ഞുപോയി. വരൂ. ജലദോഷം പിടിക്കണ്ട, ഞാൻ പോയി ടൗൽ എടുത്തോണ്ടിരാം. നീ വീട് വിട്ട് ഇറങ്ങി വരാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? മോളെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. വരും, വീട്ടിലേക്ക് പോകാം. ഞാൻ വരുന്നില്ല. ആ നരകത്തിലേക്ക് ഞാനില്ല. ഇതാണ് എന്റെ വീട്. നീ അത്രയ്ക്കായോ? വിടറാവനെ. വിടറാവനെ. നീ